ശ്രീ പ്രശാന്ത്, ഹണി റോസും ബോച്ചോയും തമ്മിലുള്ള പോരങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ചൊല്ലി ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു, എല്ലായിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പം ആലപ്പുഴയിൽ ജി സുധാകരനാണേലും പറയുകയുണ്ടായി, ഇവിടെങ്ങാനും ആയിരുന്നുവെങ്കിൽ ബോച്ചോയെ ഞങ്ങൾ തല്ലി കൊല്ലുമായിരുന്നു എന്ന്. ഇതെന്താ ഇവിടെ മാത്രമാണോ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം വളരെ വികാര വിക്ഷുബ്ധനായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതേ അവസരത്തിൽ ബോച്ചോ ജയിലിൽ കഴിയുകയുമാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ജയിലിലെ ഡ്രസ് കോഡ് ഉപയോഗിക്കേണ്ടി വരുന്നില്ല, കാരണം സമാനമായിട്ടുള്ള ഒരു വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതെന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇതിനകത്ത് രസകരമായ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു വിവാദമാണല്ലോ. ഇപ്പോൾ ഇന്നലെ അവരെ ഈ ബോച്ച് ചെയ്ത് പറയുന്നു, ഏതാണ്ട് 4 മാസം മുമ്പ് നടന്ന ഒരു ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തൊട്ട് നടക്കുന്ന വിവാദമാണെന്നാണ് നമുക്ക് ഇന്നലെ വാർത്തയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളത്ര ഗൗരവത്തിലെടുക്കുന്നില്ലല്ലോ. ഈ ബോച്ച എന്ത് പറഞ്ഞാലും അതിനകത്തൊരു ഈ പറയുന്നത് പോലെ ദ്വയാർത്ഥത്തിൽ സംസാരിക്കും. അത് ചില ആൾക്കാർ കേൾക്കും, പിന്നെ രണ്ടാമത് അയാളുടെ വിവരക്കേടാണെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി പുള്ളി ഉപയോഗിക്കുന്ന ഒരു നമ്പറാണെന്ന് വിചാരിക്കുന്നതുണ്ട്. ഏതായാലും 4 മാസം കൊണ്ട് ഈ വിഷയമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏതോ കടയുടെ ഉദ്ഘാടനത്തിനെങ്ങാണ്ടാണ് ഹണി റോസ് പോയിട്ടുണ്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഇതിൻ്റെ പുറകിൽ ഈ ചില ആൾക്കാരുണ്ടല്ലോ, ഈ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ, അതിൻ്റെ പുറകിൽ കമൻ്റ് ഇടാൻ, അല്ലെങ്കിൽ ചിലരുടെ വസ്ത്രത്തെപ്പറ്റി മോശം പറയാൻ, അതിനകത്ത് ഇടപെടാൻ, സ്വകാര്യതയിൽ ഇടപെടാനും ഒളിഞ്ഞു നോക്കാനും താല്പര്യമുള്ള ആൾക്കാർ വളരെ കൂടുതലായിട്ടുള്ള ഒരു നാടാണ് കേരളമെന്ന് നമുക്ക് വളരെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലും ഗഹനമായ അല്ലെങ്കിൽ ദീർഘമായ യാതൊരു ബോധവുമില്ലാത്ത ആൾക്കാരെല്ലാം വല്ലവരുടെയും സ്വകാര്യതയിൽ നോക്കുക. അല്ലെങ്കിൽ ഇപ്പം അവർ ഒരു സെലിബ്രിറ്റിയാണ്, അവർക്ക് സിനിമകൾ കുറവാണ്. ഞാൻ മനസ്സിലാക്കിയത് സിനിമകൾ കുറവാണ് അവർക്കപ്പം. അവരുടെ അഭിനയത്തിൻ്റെ അല്ലെങ്കിൽ കുറവ് കൊണ്ടായിരിക്കും സിനിമകൾ കുറവ് വരുന്നത്, അല്ലെങ്കിൽ അതിനകത്തുള്ള ശേഷി കുറവുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ സൗന്ദര്യമുണ്ട്, അവരെ അതനുസരിച്ച് ആ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ അവരെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരെ കാണാൻ ആൾ വരുന്നു. അപ്പോൾ അവരെ കാണാൻ ആൾ വരുന്നത് കൊണ്ട് ആണല്ലോ കടയ്ക്ക് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. അപ്പോൾ അവർ പൈസ മേടിക്കുന്നു, അവർ ജീവിക്കുന്നു. അതിനകത്ത് ശരി തെറ്റുകളുടെ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അവർ ചെയ്യുന്ന കാര്യത്തിനകത്ത് അവർ ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത് അവരാണ്. സ്വാതന്ത്ര്യത്തിനകത്ത് വരുന്നതാണല്ലോ അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ രീതികളും അവരുടെ മര്യാദയൊക്കെ. അത് എത്രത്തോളം ഉണ്ടെന്ന് അവർ തീരുമാനിക്കണം. പക്ഷേ അതിനകത്ത് കടന്നു കയറാൻ നമുക്ക് അധികാരമില്ലല്ലോ. മാത്രവുമല്ല, ബോച്ചയെ പോലുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ കടന്നു കയറുകയൊക്കെ പറ്റി ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഇതിന് ശേഷം പല ആൾക്കാരും പല അഭിപ്രായം പറഞ്ഞു, ചാനലിനകത്ത് അഭിപ്രായം പറഞ്ഞു. രാഹുൽ ഈശ്വർ അഭിപ്രായം പറയുന്നു. രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് അവരുടെ ഡ്രസ്സിനെ പറ്റി അവർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ആരോട് ചോദിച്ചാലും അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമേ പറയത്തുള്ളൂ എന്ന് പുള്ളിയുടെ അഭിപ്രായത്തിൽ പറയുന്നു. അപ്പം അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഏതായാലും ഇന്നലെ രാഹുൽ ഈശ്വറിനെ പറ്റി ഈ ഹണി റോസ് ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനകത്ത് പല അഭിപ്രായം പലരും പറഞ്ഞതിൻ്റെ 10-28 പേരുടെ പേര് കേസുണ്ട്. ഇപ്പം പ്രമാദമായ ഒരു വ്യവസായി സാർ പറഞ്ഞാൽ ശരിയാങ്കിൽ റിമാൻഡ് ചെയ്തോ അദ്ദേഹത്തെ? അത് വാർത്ത വരുന്നുണ്ടോ? ബോബിയെ റിമാൻഡ് ചെയ്തോ? ഇല്ലല്ല, റിമാൻഡ് ചെയ്തിരിക്കുകയാണല്ലോ. റിമാൻഡ് ചെയ്തോ? അല്ല, ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വക്കീലും ഹാജരാകും, ജാമ്യം കിട്ടിയോ റിമാൻഡ് ചെയ്തു. അതിന്റെ വ്യക്തമായ റിപ്പോർട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. റിമാൻഡ് ചെയ്ത് ചിലപ്പം സമയം വെച്ചിട്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ടോ? ഏതായാലും റിമാൻഡ് ചെയ്തക്കോണമുള്ള വകുപ്പുകളാണ് കേസ്. അതിനെപ്പറ്റി രാഹുൽ ഈശ്വർ പറയുന്നു. രാഹുൽ ഈശ്വറിന്റെ മറുപടിയുമായിട്ട് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഹണി ഇട്ടിട്ടുണ്ട്. കാരണം ഹണി ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാൻ വേണമെങ്കിൽ. പ്രിയ ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്. ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ 2 ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും. ചർച്ചയ്ക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ്. സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ട് ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും. അപ്പോൾ ഭാഷയാണ് അവിടെ ഭാഷ വളരെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ഹണി പറയുന്നത്. പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിൽ പൂജാരി ആവാതിരുന്നത് നന്നായി.
കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. ഇതിനകത്ത് ഭാഷയുടെ നിയന്ത്രണമാണല്ലോ പ്രധാനമായിട്ട്. ഭാഷ നിയന്ത്രിച്ച് സ്ത്രീകൾക്കിടെ എതിർപക്ഷത്ത് വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നാണ് ഹണി പറയുന്നത്. ഭാഷയ്ക്ക് നിയന്ത്രണമുള്ളൂ, അപ്പോഴും സ്ത്രീകൾക്കെതിരാണ്. വേറെ ചില കാര്യങ്ങൾക്ക് പുള്ളിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലെന്നാണ് പുള്ളിയുടെ വാക്ചാതുരിയിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെല്ലേണ്ട ഒരവസ്ഥ വന്നാൽ ഞാൻ എൻ്റെ വസ്ത്രവും എൻ്റെ വേഷവും ഒക്കെ നിയന്ത്രിച്ചു കൊള്ളാം എന്നാണ് ഹണി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ മറ്റുള്ളടത്ത് നിയന്ത്രിച്ചാലോ? അതെനിക്കറിയത്തില്ല. പക്ഷെ ഹണി പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് രാഹുലിന് കേസ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്ന രാഹുലിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചേക്കുവോ? രാഹുലിനെ എന്തിനൊക്കെയോ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ആഭാസനാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാം. മനസ്സിലായില്ലേ? അതായത് രാഹുലിന് ഭാഷാ നിയന്ത്രണത്തിൽ കൂടി സ്ത്രീകളെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഷാ ചാതുര്യം. അപ്പൊ ചാതുര്യം കൊണ്ട് അദ്ദേഹം സ്ത്രീയെ കടന്നാക്രമിക്കുന്നു. അതായത് സ്ത്രീയാണ് മോശം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള അത്ര കൃത്യമായിട്ട് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. ആ കൺട്രോളൊന്നും സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? രാഹുലിന് കേസ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് ആഭാസനാണ് വളരെ കൃത്യമായിട്ട്. അതുകൊണ്ട് ഞാൻ അയാളുടെ മുൻപിൽ വരുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളാം. പൂജാരി ആവാതിരുന്നത് നന്നായി. പ്രത്യേകം ഡ്രസ് കോഡ് ഇല്ലെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥ അവിടെയും മോശമായിരുന്നു. അവിടെ അപ്പോൾ ഒരു സംശയമുണ്ട്, പിന്നെ ചില മതപരമായ ചില ആചാരങ്ങളുടെ മേൽ കൈകടത്തൽ നടത്തിയോന്ന് ആ സംശയമുണ്ട്. ഇത്തരത്തിൽ പൂജാരികൾ ഉണ്ടായാലും സ്ത്രീകൾക്ക് നിവൃത്തിയില്ലെന്നുണ്ട് എന്ന് വരും. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത് പണ്ട് സുധാകരൻ ഇതുപോലെ പൂജാരികളുടെ അടിവസ്ത്രത്തെ സംബന്ധിച്ച്. അപ്പം ഇതിനകത്ത് ബോച്ചെ പറഞ്ഞ ഭാഷ നമുക്ക് പലവട്ടം കേട്ടാണ്, നമ്മൾ ആവർത്തിക്കണ്ട. അപ്പം അതിനകത്തൊരു ദ്വയാർത്ഥം കാണുന്നുണ്ട്. ഇതിനകത്ത് 9 ദ്വയാർത്ഥമുണ്ട്. ഇതിനകത്ത് 9 ദ്വയാർത്ഥമുണ്ട്. ഇപ്പം രാഹുൽ ഈശ്വറിന്റെ ലിംഗം പുരുഷനായതുകൊണ്ട് അയാൾക്ക് കിട്ടിയ ആഘാതം കേസാക്കാൻ നിയമമില്ല സാറേ. ഇതാ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം. അയാളെ ആഭാസൻ ഒരു പരിധിവരെ എൻ്റെ ഭാഷയിൽ, എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിളിച്ചിരിക്കുകയാണ്. ഈ സമീപ സമയത്ത് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നല്ലോ, ആണുങ്ങൾക്കും അന്തസ്സും അഭിമാനവും ഉണ്ട്. പക്ഷെ അതിന് ആണുങ്ങൾക്കും അന്തസ്സും അഭിമാനവും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാനോ പരിഗണിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമമോ കോടതിയോ വല്ലതും ഉണ്ടോ? ഇപ്പൊ ഇവർക്കെതിരെ ഇന്നലെ അവരുടെ ഭാഷ ശരിയാണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ശരിയാണോ, മറ്റ് അയാളുടെ ഭാഷയിൽ അല്ലെങ്കിൽ ഈ കുറെ ഇത് നടത്തിയപ്പോൾ അവർക്ക് തിരിച്ച് ഇയാളെ പറ്റി പറയാൻ സാധിക്കും. ഇയാൾ ഒരു ആഭാസനാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ നിയന്ത്രണമില്ലാത്തവനാണ്, ഇയാളുടെ കൃത്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത് സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ്, ഇയാൾ തന്ത്രി കുടുംബത്തിൽ അംഗമാണ്. അപ്പൊ തന്ത്രി കുടുംബത്തിനെ ആക്ഷേപിച്ചു. എടാ, ശബരിമല തന്ത്രി കുടുംബത്തിൽ അംഗമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്നില്ലേ? അവിടെ അദ്ദേഹത്തിന് അവിടെ പൂജാവകാശം ഒന്നുമില്ല. പക്ഷെ എന്നാലും തന്ത്രി കുടുംബം എന്ന് പറയുമ്പോ ഇതൊക്കെ എവിടം വരെ പോയി? ഇതുവരെ തന്ത്രി കുടുംബത്തെയും വലിച്ചഴിച്ചു. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ മൂലം ആ കുടുംബത്തെ വരെ ആക്ഷേപിച്ചു. ഈ പോസ്റ്റ് എടുത്ത് വെച്ച് വ്യാഖ്യാനിച്ചാൽ മതി. കുടുംബത്തെ വരെ ആക്ഷേപിച്ചാണ്. നമുക്കൊക്കെ അറിയാം രാഹുൽ ഈശ്വരയുടെ മകനാണെന്നും അല്ലെങ്കിൽ ശബരിമല തന്ത്രി അദ്ദേഹത്തിന്റെ ബന്ധം എന്തോന്നൊക്കെ അറിയാം. നമുക്ക് അദ്ദേഹത്തെ പേഴ്സണൽ അറിയാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആർക്കെങ്കിലും അപ്പൊ ഇനി പറഞ്ഞ ഇവൻ 2 ഭാഷ വരും. ഹണി പറഞ്ഞത് ശരിയല്ലയോ, ഇവനെന്തോ ഇതിന്റെ സോക്കേടാ, ഇവന് തന്ത്രി കുടുംബത്തിലില്ലയോ, ആ തന്ത്രി കുടുംബത്തിന് നാണക്കേടില്ലയോ, അല്ലെങ്കിൽ ആ തന്ത്രിമാരെല്ലാം ഇതായിരിക്കും, ഈ രീതി വരത്തില്ലയോ? ഓരോ വ്യാഖ്യാനമാണല്ലോ, ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ. ആനയെ പണ്ട് കുള്ളന്മാർ കണ്ട പോലെ കാലെ പിടിച്ചവൻ പറഞ്ഞ് ഉരുണ്ടിരിക്കുക, ചെവിയെ പിടിച്ചവൻ പറഞ്ഞ് മുറം പോലെ ഇരിക്കുക, വാലയെ പിടിച്ചവൻ പറഞ്ഞ് ഇതെന്തുവാ ഒരു ഉളക്ക പോലെ ഇരിക്കുന്നല്ലോ, തുമ്പിക്കയെ പിടിച്ചവൻ പറഞ്ഞ് ഇത് ഒരു വയർ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ ഇതിനി ഏതെല്ലാം രീതി വ്യാഖ്യാനിക്കും. ബോച്ചെ എത്ര വലിയ കാശുണ്ടായിട്ടും എനിക്കെതിരെ ആക്ഷേപം വന്നു എന്ന് പറയുമ്പോൾ അത് ഇന്നതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്ന ഒരു 100 അല്ലെങ്കിൽ രഹസ്യ മൊഴി കൊടുത്തു എനിക്ക് ആക്ഷേപം പറ്റിയെന്ന് പറഞ്ഞാൽ ബോച്ചെ വത്തുപോയി. രാഹുൽ ഈശ്വർ
ലിംഗം വ്യത്യാസമായതുകൊണ്ട് ഇത്രയും ആക്ഷേപം കേട്ടിട്ടും യാതൊരു രക്ഷയുമില്ലാതെ ഓടിത്തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളു കാര്യം. മനസ്സിലാവുന്നുണ്ടോ? എന്തും ചെയ്യാം, ആർക്കും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചിലർക്ക് എന്തിനെ പറ്റി എന്ത് ആക്ഷേപം പറഞ്ഞാലും രക്ഷയും പെടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.